നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂന്നാം ടേമിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അറിയിക്കുകയാണ്. തങ്ങളുടെ സർക്കാർ മൂന്നാം ടേമിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. വരുന്ന 5 വർഷത്തേക്കുള്ള ഒരു റോഡ് മാപ്പ് അത് BJP ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ സർക്കാരിൻ്റെ ആദ്യ 100 ദിവസങ്ങളിൽ ശക്തവും വളരെ വലുതുമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ച് നടന്ന മെഗാ റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ അധികാരത്തിലാണല്ലോ. ആ 10 വർഷമായി നിങ്ങൾ വികസനത്തിൻ്റെ ട്രെയിലർ മാത്രമാണ് കണ്ടത്. ഇപ്പോൾ നമുക്ക് രാജ്യത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ശ്രമിക്കുന്നത്? 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സർക്കാർ രൂപീകരിക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല. 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് വികസിത ഭാരതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് മോദിയുടെ ആവശ്യം. 2024 ഇന്ത്യയിലെ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക സൂപ്പർ പവറായിട്ട് മാറ്റുക എന്നുള്ളതാണ് മോദിയുടെ ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം കൈവരിച്ച പുരോഗതി എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി എണ്ണി അക്കമിട്ട് പറയുകയാണ്. ഇന്ത്യയുടെ സമയം വന്നിരിക്കുകയാണ് എന്നും ഭാരതം പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇന്ന് ഇന്ത്യയിൽ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം നിർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ഇന്ന് അഭൂതപൂർവമായിട്ടുള്ള ഒരു നിക്ഷേപം നടത്തി വരികയാണ്. അപ്പോൾ അങ്ങനെ വലിയ വികസനം സാധ്യമാകുന്നു. ഇന്നാണെങ്കിൽ എല്ലാ മേഖലയിലും യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തെ സ്ത്രീ ശക്തി എന്ന് പറയപ്പെടുന്നത് പുതിയ പ്രമേയങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നടക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയുടെ വിശ്വാസ്യത എന്ന് പറയപ്പെടുന്നത് പുതിയ ഉയരത്തിലേക്ക് എത്തപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലോകം മുഴുവൻ ഇന്ത്യയെ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി പറയേണ്ടി വരും. ഇന്ന് ഇന്ത്യയുടെ വിശ്വാസ്യത എന്ന് പറയപ്പെടുന്ന പുതിയ ഉയരത്തിലാണ്. ലോകം മുഴുവനും ഇന്ത്യയെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്, അല്ലെങ്കിൽ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. പാവപ്പെട്ടവരുടെ ശാക്തീകരണത്തിനായി, അവരുടെ ഉന്നമനത്തിനായി സർക്കാർ നിരവധി പദ്ധതികളാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള പദ്ധതികൾ വികസിപ്പിച്ചു കൊണ്ടുവരികയാണ്. ദാരിദ്ര്യത്തിൻ്റെ ഇരുണ്ട നാളുകളോട് പോരാടിയാണ് മോദി ഇന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ടാണ് ഓരോ പാവപ്പെട്ടവൻ്റെയും ദുഃഖവും വേദനയുമൊക്കെ, അല്ലെങ്കിൽ അവരുടെ വേദനയും കഷ്ടപ്പാടുമൊക്കെ മോദി മനസ്സിലാക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ 3ാമതൊരു സർക്കാർ ഉണ്ടാക്കുവാൻ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി മോദിക്കാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി ഞങ്ങളിവിടെ വിളയിക്കുന്നത് വികസനമാണ്. ആ വികസനമെന്ന് പറയപ്പെടുന്നത് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അവരുടെ കൈകളിലേക്ക് വികസനം എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നരേന്ദ്രമോദിയും BJP സർക്കാരും മുന്നോട്ട് പോകുന്നത് എന്ന് അവർ അവകാശം ഉന്നയിക്കുന്നു. അതെ, അത് ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അഴിമതി ആരോപണങ്ങൾ കേട്ടത് എത്ര ലക്ഷം കോടിയുടെ അഴിമതി ആരോപണങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുന്നു. എത്ര ലക്ഷം കോടിയുടെ അഴിമതികൾ കട്ടുകൊണ്ടുപോയവരെ നിങ്ങൾ കണ്ടിരിക്കുന്നു. എത്ര മന്ത്രിമാർ ജയിലിലേക്ക് ആകപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ഏതെങ്കിലും തരത്തിൽ അവിശ്വാസിയാകുന്ന കാഴ്ച കണ്ടു, അല്ലെങ്കിൽ അദ്ദേഹം അധാർമികതയിൽ പ്രവർത്തിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹം അഴിമതി ഉണ്ടാക്കിയോ? ഇതിലേതെങ്കിലും ഒന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ ഈ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ സമൂഹത്തിന്, ഭാരതത്തിലെ ഭാരതീയർക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം 3ാമത്തെ ടേമിലും നരേന്ദ്രമോദി തന്നെ ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു എന്നുള്ള ആത്മവിശ്വാസം ഉറപ്പാണ്. കാരണം ആ ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടാണ് അമിത ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം ഈ 2024 തിരഞ്ഞെടുപ്പിനെ കൃത്യമായി അഭിമുഖീകരിക്കുന്നതും വിജയം സുനിശ്ചിതമാണ് എന്നും 2024 തിരഞ്ഞെടുപ്പ് BJPക്ക് അനുകൂലമാണ് എന്നും 3ാം വട്ടവും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.